അല്ല പ്രിന്റു, അത് വിട്ടാലേ ഈ ദീർഘനേരം പ്രസംഗിക്കുന്നത് പലതും നേരത്തെ ആനന്ദ് ചൂണ്ടിക്കാണിച്ചതുപോലെ ആവർത്തന വിരസമായ വാചാടോപങ്ങളാണ് എന്നതാണ്. അമൃത മഹോത്സവത്തിലാണ് വാഗ്ദത്തം ചെയ്തത്. അതായത് 75-ാം വാർഷികത്തിൽ രാജ്യത്തെ കർഷകരുടെ വരുമാനം ഇരട്ടിയായിരിക്കും എന്ന് അദ്ദേഹം പ്രസംഗിച്ചു. അത് കഴിഞ്ഞിട്ട് 3 സ്വാതന്ത്ര്യ ദിനങ്ങൾ കഴിഞ്ഞു, ഇപ്പോഴും ഇരട്ടിയായിട്ടില്ല. അദ്ദേഹം ഒരു ഗ്രാമത്തിൻ്റെ പേര് പറഞ്ഞു, ആ ഗ്രാമത്തിൽ വരെ വൈദ്യുതി എത്തിയിരിക്കുന്നു. ഫാക്ട് ചെക്ക് ചെയ്യുമ്പോൾ ആ ഗ്രാമത്തിൽ ഇനിയും വൈദ്യുതി വന്നിട്ടില്ല. ഫൈട്രിൽ എക്കണോമി അദ്ദേഹം വാഗ്ദത്തം ചെയ്തതാണ്, അവിടേക്ക് നമ്മൾ എത്തിയിട്ടില്ല. തൊഴിലില്ലായ്മയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ എത്തിയിട്ടില്ല. കർഷകരുടെ മറ്റു പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള മുന്നോട്ട് വെച്ച വാഗ്ദാനങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടില്ല. അർദ്ധസത്യങ്ങൾ, പരിഹരിക്കപ്പെടാത്ത വാഗ്ദാനങ്ങൾ, അതിനൊക്കെ എന്തിനാണ് ഇങ്ങനെ ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമായ പ്രസംഗം 1 മണിക്കൂർ 38 മിനിറ്റ്? നമ്മളല്ലേ ഇതൊക്കെ കേൾക്കേണ്ടത്? അല്ല, ഇതിനകത്ത് കൃത്യമായിട്ട് നടപ്പിലാക്കിയ പദ്ധതികൾ, ഈ രാജ്യത്തെ ജനങ്ങൾ അനുഭവിക്കുന്ന പദ്ധതികളെ കുറിച്ചാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്. ഈ രാജ്യത്തിലെ 20 കോടി ജനങ്ങൾക്ക് സ്വജ്ജൽ യോജന പ്രകാരം അദ്ദേഹത്തിന് കുടിവെള്ളം എത്തിയതിനെ കുറിച്ച് അദ്ദേഹം സംസാരിക്കുന്നു. 25 കോടി ജനങ്ങളെ ദാരിദ്ര്യം മോചിച്ചതിനെ കുറിച്ച് അദ്ദേഹം പറയും. ഇപ്പം ഇതിനകത്ത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഗ്രാമത്തിന്റെ ഏതെങ്കിലും ഒരു കോർണറിനകത്ത് വൈദ്യുതി എത്തിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ഫാക്ട് ചെക്ക് ചെയ്യാൻ സാധിക്കും. അതിനപ്പുറത്ത് ഈ രാജ്യത്ത് 10 വർഷം കൊണ്ട് വലിയ രീതിയിലുള്ള പുരോഗതി ഉണ്ടായിട്ടുണ്ട്. രാജ്യത്തിന്റെ പ്രധാനമന്ത്രി നടത്തുന്ന പ്രസംഗത്തിനകത്തെ വ്യാജം, അതാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹം ആവർത്തിക്കുന്ന വാഗ്ദാന ലംഘനങ്ങൾ, വ്യാജ നിർമ്മിതികൾ, അതിനെക്കുറിച്ച് ഞാൻ പറഞ്ഞത്. ഞാനൊരു കണക്ക് തന്നെ തരാം. ഈ നാഷണൽ മീഡിയയിലെ പല പോർട്ടലുകളും അത് ഓഡിറ്റ് ചെയ്ത് 9 വർഷത്തെ നരേന്ദ്രമോദിയുടെ സ്വാതന്ത്ര്യദിന പ്രസംഗങ്ങളെ ഓഡിറ്റ് ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. അതിൽ നിറയെ വ്യാജങ്ങൾ കാണാം, നിറയെ അവകാശവാദങ്ങളിലെ പൊള്ളത്തരങ്ങൾ കാണാം. ഞാൻ അയച്ചു തരാം. വ്യാജ നിർമ്മിതികൾ ഇല്ല സാർ. എവിടെയാണ് വ്യാജ നിർമ്മിതികൾ? അദ്ദേഹം ഇന്ന് പറഞ്ഞില്ലായത് ഈ രാജ്യത്തിലെ 10 കോടി സംരംഭകർ, സ്ത്രീ സംരംഭകരെ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. അത് സത്യമാണ്. നിങ്ങൾ ഫാക്ട് ചെക്ക് ചെയ്യൂ. 2.5 കോടി വൈദ്യുതി കൊടുത്ത് കേരളത്തിലടക്കം, കേരളത്തിലെ 323 പ്രദേശങ്ങളിൽ വൈദ്യുതി ഉണ്ടായിരുന്നില്ല സാർ. ആ 323 പ്രദേശങ്ങളിൽ ഇന്ന് വൈദ്യുതി കിട്ടിയിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള പ്രധാനപ്പെട്ട കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങൾ, അതോടൊപ്പം തന്നെ ഭീകരവാദത്തെ കുറിച്ച് പറയുന്നു, അതോടൊപ്പം സ്ത്രീ സുരക്ഷയെ കുറിച്ച് പറയുന്നു. നിങ്ങൾ അതെന്താ പറയാത്തത്? കശ്മീരിൽ ഇപ്പൊ എന്താ കേൾക്കുന്ന പറഞ്ഞേ? അല്ല, ഭീകരവാദത്തിന്റെ കാര്യം പറ. കശ്മീരിൽ ഇപ്പൊ എന്താ നിങ്ങൾ പറഞ്ഞല്ലോ, നിങ്ങൾ പറഞ്ഞില്ല നേരത്തെ, നിങ്ങൾ പറഞ്ഞില്ല എന്തുകൊണ്ടാണ് കർഷകർക്ക് ഇരട്ടിയായില്ല എന്ന്. നിഷാദ് സാർ, നിങ്ങൾ രാഷ്ട്രീയം മാറ്റി വെച്ചുകൊണ്ട് നിങ്ങളുടെ പ്രത്യയശാസ്ത്രപരമായ കാര്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ കർഷക ബില്ലിനെ കുറിച്ചൊന്ന് ആഴത്തിൽ പഠിക്കൂ. ആ കർഷക ബില്ല് ഈ രാജ്യത്ത് നടപ്പിലാക്കിയത് ഒരു സംശയം വേണ്ട. അല്ല, നിങ്ങൾ പഠിച്ചു നോക്കൂ. ഞാനൊന്ന് പറയട്ടെ, ആ കർഷക ബില്ല് രാജ്യത്ത് നടപ്പിലാക്കിയിരുന്നെങ്കിൽ ഇന്നത്തെ കർഷകന് അദ്ദേഹം ഇന്ന് കിട്ടുന്നതിനേക്കാൾ 5 ഇരട്ടിയും 6 ഇരട്ടിയും വരുമാനം കിട്ടുമായിരുന്നു. ഇടനിലക്കാരിൽ നിന്ന് ഈ കർഷകരെ വൻ കൊള്ളക്കാരിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിക്കുമായിരുന്നു. അത് നടപ്പിലാക്കാൻ ഈ രാജ്യത്ത് ശ്രമിച്ചോ? അദ്ദേഹം കണ്ണീരോട് കൂടിയാണ് അവസാനം ഈ കർഷക, നിങ്ങൾ പറഞ്ഞല്ലോ 75-ാം വർഷത്തിൽ പറഞ്ഞു, അത് ആ പ്രഖ്യാപനം നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിച്ചു. ആ ശ്രമിച്ചപ്പോൾ ഈ രാജ്യത്തെ കർഷക കലാപത്തിന്റെ പേരിൽ രാജ്യത്ത് അരാജകത്വം ഉണ്ടാക്കിക്കൊണ്ട് ഈ രാജ്യത്ത് കലാപത്തിന് ശ്രമിച്ചപ്പോൾ ഗത്യന്തരമില്ലാതെ കണ്ണീരോട് കൂടിയാണ് അദ്ദേഹം കർഷക ബില്ല് പിൻവലിച്ചത്. അത് നിങ്ങൾ മനസ്സിലാക്കണം. അതുപോലെ തന്നെ ഈ രാജ്യത്തിന്റെ സമഗ്രമായിട്ടുള്ള പുരോഗതിയുടെ എല്ലാ അർത്ഥത്തിലുള്ള ബ്ലൂ പ്രിന്റ് ആണ് 10 വർഷം കൊണ്ട് അദ്ദേഹം തയ്യാറാക്കിയിട്ടുള്ളത്. എല്ലാം പൂർണ്ണമായി അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞത് തൊഴിലിന് വേണ്ടി കൊണ്ടുവന്ന ബില്ല് ഏതാണ്?